സോ ഹായ് ഹലോ വെൽക്കം ടു ASD അക്കാഡമി. സോ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2025 നമ്മുടെ PSC എക്സാംസിന് വെച്ചിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വൺസ് അഗൈൻ ഓൾ ഓഫ് യു വെൽക്കം ടു ASD അക്കാഡമി. സോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾറെഡി നമുക്ക് നേരത്തെ എക്സാംസിലെല്ലാം വന്നിട്ടുള്ളതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലകളുടെ ക്ലാസിഫിക്കേഷൻസ് അല്ലെ. ഉത്തരപർവ്വത മേഖലയിലെ ക്ലാസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് പലതവണ ക്വസ്റ്റ്യൻസിന് വന്നിട്ടുള്ളതാണ് PSCക്ക്. സോ ഇത്തവണത്തെ എക്സാമിന് വന്നൊരു ചോദ്യമാണ് ആസാം ഹിമാലയ പർവ്വതങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണെന്നുള്ളതാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ സംരാമതിയാണ്, ഓപ്ഷൻ ബി തെമ്പു, ഓപ്ഷൻ സി കാങ്ടോ, ഓപ്ഷൻ ഡി നമച്ച ബർവ. ഇതാണ് 4 ഓപ്ഷൻസ് വന്നത്. അപ്പോൾ ആസാം ഹിമാലയ നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ വിഭാഗങ്ങളിൽ ആസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എന്റെ ഉത്തരത്തിനകത്ത് നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഓപ്ഷൻ ഡി നമച്ച ബർവയാണ്. ഓപ്ഷൻ ഡി നമച്ച ബർവയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര എന്ന് പറയുന്നത് നമച്ച ബർവയാണ് കേട്ടോ. അപ്പൊ എന്താണ് ബാക്കി ഓപ്ഷൻസിന്റെ പ്രത്യേകതകളൂടെ നമുക്ക് നോക്കാം. സംരാമതി എന്ന് പറയുന്നത് ഇന്ത്യ മ്യാൻമർ അതിർത്തിയിലെ പ്രധാനപ്പെട്ട കൊടുമുടി, അല്ലെങ്കിൽ ഇന്ത്യയും മ്യാൻമറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് സംരാമതി എന്ന് പറയുന്നത്. അപ്പൊ തെമ്പു എന്താണ്? തെമ്പു നമ്മുടെ മണിപ്പൂരിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര അല്ലെങ്കിൽ കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് തെമ്പു എന്ന് പറയുന്ന കൊടുമുടി എന്ന് പറയുന്നത്. അതുപോലെ കാങ്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ചൈന അതിർത്തിയിലെ ഒരു പ്രധാന കൊടുമുടിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കാങ്ടോ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഉത്തരപർവ്വത മേഖലയിലെ പ്രധാനപ്പെട്ട ചില കൊടുമുടികൾ തന്നെയാണ്. അതിൽ ആസാം ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് നമച്ച ബർവയാണ് കേട്ടോ, നമച്ച ബർവയാണ്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ചോദ്യം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് വീണ്ടും നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് തന്നെയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ടെറായ്, ഓപ്ഷൻ ബി എസ്കർ, ഓപ്ഷൻ സി കരീവ ആൻഡ് ഓപ്ഷൻ ഡി ബാബർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഏതാണെങ്കിലും ശരിക്കുള്ള ഉത്തരം എന്നാണ്. ആദ്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമുക്കൊരു എലിമിനേഷൻ രീതിയിൽ ഉത്തരങ്ങൾ ആലോചിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ വന്നിരിക്കുന്നത്. നമ്മുടെ ചോദ്യം അറിയില്ല, കാശ്മീർ ഹിമാലയമാണ്, ഉത്തരപർവ്വത മേഖലയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം ഈ കാണുന്ന ടെറായിക്കോ ബാബറിനോ ഉത്തരപർവ്വത മേഖലയുമായിട്ട് എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടോ? ഇല്ല. ടെറായി ആണെങ്കിലും ബാബർ ആണെങ്കിലും രണ്ടും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ഉത്തര മഹാസമതലവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏത്? ടെറായി ആണെങ്കിലും ബാബർ ആണെങ്കിലും അല്ലെ. അപ്പൊ അത് രണ്ടും നമ്മൾ വീണ്ടും അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ? സോ ആദ്യം തന്നെ ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും നമ്മൾ എന്ത് ചെയ്യുക? അവിടെ എലിമിനേറ്റ് ചെയ്യുക. കാര്യം ടെറായി ആണെങ്കിലും ബാബർ ആണെങ്കിലും അതെന്താണ്? അത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും എവിടെ മാത്രമാണ് വരുന്നത്? ഉത്തര മഹാസമതലത്തിലാണ് വരുന്നത് അല്ലെ. അപ്പൊ പിന്നെ നമുക്ക് വരുന്നത് എസ്കറും അതുപോലെ തന്നെ കരീവയുമാണ്. നമ്മൾ എന്തായാലും ആലോചിക്കുക, എസ്കർ ആണെങ്കിലും കരീവയാണെങ്കിലും ഇതെല്ലാം എന്താണ്? ഗ്ലേഷ്യൽ സെഡിമെന്റ്സ് ആണ്. നമ്മുടെ ഉത്തരപർവ്വത മേഖല മഞ്ഞുപാളികളുടെ നിക്ഷേപം മൂലം രൂപപ്പെടുന്ന രണ്ട് ഭൂരൂപങ്ങളാണ് എന്തെന്ന് പറയുന്നത് എസ്കർ ആണെങ്കിലും കരീവയാണെങ്കിലും. അതിൽ കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കരീവയാണ് കേട്ടോ. സോ നമുക്കിവിടെ ശരിയായ ഉത്തരം വരുന്നത് ഏതാണ്? നമുക്ക് കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി കരീവയാണ് കേട്ടോ. ഇനി എന്താണ് മറ്റു വരുന്നത്? എസ്കർ ഞാൻ പറഞ്ഞല്ലോ, എസ്കർ കരീവ പോലെ തന്നെ ഒരു മഞ്ഞുപാളികളുടെ അല്ലെ, അല്ലെങ്കിൽ ഗ്ലേഷ്യൽ സെഡിമെന്റ്സ് ആണ്, മഞ്ഞുപാളികളുടെ നിക്ഷേപമാണ്, അല്ലെങ്കിൽ അതിന്റെ നാശീകരണം മൂലം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മഞ്ഞുപാളികളുടെ ഒഴുക്ക് മൂലം ഉണ്ടാകുന്ന, അതിന്റെ നശീകരണം മൂലം ഉണ്ടാകുന്ന മണ്ണിനമാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ എസ്കർ ആണെങ്കിലും അതുപോലെ കരീവയാണെങ്കിലും. ഇനി ടെറായ് ബാബർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഉത്തര മഹാസമതലത്തിന്റെ വിഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബാബർ ആണെങ്കിലും ടെറായി ആണെങ്കിലും അല്ലെ. ഉത്തര മഹാസമതലത്തിനെ പൊതുവെ നമ്മൾ എത്രയാണ്? 4 വിഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിഭജിച്ചിരിക്കുന്നത്. 4ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ വരുന്നത്? ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതാണ്? ആദ്യം വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ ഉത്തര മഹാസമതലത്തിന്റെ ഒരു ആരംഭം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഭൂരൂപമാണ് ഏതെന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്നത് അല്ലെ. ഹിമാലയൻ
നദികളെല്ലാം കൂടി ഒഴുകി ഉത്തര മഹാസമതലത്തിൽ പ്രവേശിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഏതെന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്നത്. ഈ ബാബറിൽ എന്ത് ചെയ്യുന്നു, ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ നദികളെല്ലാം എന്താണ്, അവിടെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ബാബറിൽ എന്താണ്, നദികൾ ഭൂമിക്ക് അടിയിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഒഴുകുന്നത് അല്ലെ. അതിനുശേഷം വരുന്ന പ്രദേശമാണ് എന്തെന്ന് പറയുന്നത്, ടെറായി എന്ന് പറയുന്നത്. ടെറായി എന്ന് പറയുന്നത് ബാബറിന് ശേഷം എന്ത് വരുന്നു, ടെറായി വരുന്നു. ഈ ടെറായിൽ എന്ത് ചെയ്യുകയാണെന്ന് അറിയാമോ, ടെറായിലാണ് എന്ത് ചെയ്യുന്നത്, ബാബർ പ്രദേശത്ത് വെച്ച് അപ്രത്യക്ഷമാകുന്ന നദികൾ എവിടെ വരുന്നു, ടെറായിൽ എത്തിക്കുമ്പോഴത്തേക്ക് വീണ്ടും പുറത്തേക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകാനായിട്ട് ആരംഭിക്കുന്നതാണ് ഇവിടെ ടെറായി ഭാഗത്ത് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട രണ്ടെണ്ണം വരുന്നത് നമുക്ക് കാദർ അതുപോലെ തന്നെ ബാങ്ങർ എന്നീ രണ്ട് പ്രദേശങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നുണ്ട്. കാദറും വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, ബാങ്ങർ പ്രദേശവും വരുന്നുണ്ട്. ഈ കാദർ പ്രദേശമാണെങ്കിലും ബാങ്ങർ പ്രദേശമാണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കാം, ഇത് രണ്ടും എന്താണ്, ഈ രണ്ട് പ്രദേശങ്ങളാണെന്നുണ്ടെങ്കിലും അതെന്താണ്, എക്കൽ നിക്ഷേപങ്ങളാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ്, കാദർ ആണെങ്കിലും ബാങ്ങർ ആണെങ്കിലും അതെല്ലാം എന്താണ്, അതെല്ലാം എക്കൽ നിക്ഷേപങ്ങളാണ് എന്നുള്ളത് ആദ്യം തന്നെ ഓർത്തിരിക്കാം. അതിൽ കാദറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ എക്കൽ നിക്ഷേപങ്ങളാണ് ഏതെന്ന് പറയുന്നത്, കാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപമാണ് കാദർ കേട്ടോ. കാദർ എന്ന് പറയുന്നത് പുതിയ എക്കൽ നിക്ഷേപങ്ങളാണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾ അപ്പൊ തന്നെ ഓർത്തിരിക്കുക, നമ്മുടെ കാദർ എന്താണ്, പുതിയ എക്കൽ നിക്ഷേപമാണെങ്കിൽ ബാങ്ങർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാങ്ങർ എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാദർ എന്ന് ബാങ്ങർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് നാലുമാണ് ഉത്തര മഹാസമരത്തിന് 4 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ബാബർ, ടെറായ്, കാദർ, ബാങ്ങർ. ഇതിൽ കാദർ എന്ന് പറയുന്ന പുതിയ എക്കൽ നിക്ഷേപങ്ങളാണ്, ബാങ്ങർ എന്താണ്, പഴയ എക്കൽ നിക്ഷേപങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വരുന്നത്. കാശ്മീർ മാലയത്തിൽ കുങ്കുമപ്പൂർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കരീവയാണ് കേട്ടോ, കരീവയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് വരുന്നത്, മൂന്നാമത്തെ ചോദ്യം എല്ലാവരും നോക്കുക. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും അല്ലെങ്കിൽ പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. മാൾവ പീഠഭൂമിയാണോ, ആരവല്ലി പർവ്വതനിരയാണോ, ഉപദ്വീപീയ പീഠഭൂമിയാണോ, അതോ ഉത്തര മഹാസമതലമാണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ആലോചിക്കുക, ഏറ്റവും എന്താണ്, ഭൂവിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഇവിടെ നമുക്ക് വേറെ ഒരു കൺഫ്യൂഷനും വേണ്ട, ഭൂവിഭാഗം ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് ഉത്തരപർവ്വത മേഖല വരുന്നുണ്ട് അല്ലെ, ഉത്തരപർവ്വത മേഖല വരുന്നുണ്ട്, ഉത്തര മഹാസമതലം വരുന്നുണ്ട്, ഉത്തര മഹാസമതലം വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്താണ്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ തീരപ്രദേശങ്ങൾ വരുന്നുണ്ട് അല്ലെ, നമ്മുടെ തീരപ്രദേശങ്ങൾ വരുന്നുണ്ട്, അതുപോലെ നമുക്ക് എന്താണ്, നമ്മുടെ ദ്വീപുകളും വരുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഏതാണ്, നമ്മുടെ ഇന്ത്യൻ മരുഭൂമി, നമ്മുടെ ഇന്ത്യൻ മരുഭൂമിയും കൂടെ വരുന്നുണ്ട്. ഇത്രയും മാത്രമാണ് ഇന്ത്യയുടെ ഭൂവിഭാഗങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഇതിൽ നിന്നും 2 ഓപ്ഷൻസ് ഇപ്പൊ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാം. ഭൂവിഭാഗം ഏത് എന്നുള്ളതാണ് ചോദ്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഭൂവിഭാഗങ്ങൾ ഓപ്ഷൻസിൽ 2 വരുന്നുള്ളൂ. ഏതൊക്കെയാണ്, ഉപദ്വീപീയ പീഠഭൂമിയും അതുപോലെ ഉത്തര മഹാസമതലവും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ എന്താണ് ഭൂവിഭാഗങ്ങളായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ മാൾവ പീഠഭൂമിയും അതുപോലെ എന്താണ് നമ്മുടെ ആരവല്ലി പർവ്വതനിരയും ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് റിമൂവ് ചെയ്യാം. ബാക്കി ഇനി ഉപദ്വീപീയ പീഠഭൂമിയാണോ അതോ ഉത്തര മഹാസമതലമാണോ എന്നുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും അതുപോലെ പഴക്കം ചെന്നതുമായ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. അത് ഉപദ്വീപീയ പീഠഭൂമിയാണ്, ഉത്തര മഹാസമതലമല്ല. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്, ഉപദ്വീപീയ പീഠഭൂമിയാണ്. അറിയാലോ, ഒരു ഉത്തര മഹാസമതലത്തിന്റെ ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷത, ഡെക്കാൻ പ്ലേറ്റുവിന്റെ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒക്കെ സവിശേഷതകളൊക്കെ ഒന്ന് വായിച്ചിരിക്കാം. അതുപോലെ ഉത്തര മഹാസമതലം അറിയാലോ, ഏറ്റവും പഴക്കം ചെന്ന ഉപദ്വീപീയ പീഠഭൂമിയാണ് എന്നുണ്ടെങ്കിൽ ഉത്തര മഹാസമതലം ഏറ്റവും ജനസംഖ്യ കൂടിയ അല്ലെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ ജനസംഖ്യ കൂടിയ ഭൂവിഭാഗം ഏതാണ് എന്ന് വെച്ചാൽ അതേതാണ്, അത് ഉത്തര മഹാസമതലമാണ്. അതുപോലെ ഇവിടെ ആരവല്ലിക്ക് വരുന്ന മറ്റൊരു പ്രത്യേകതയുണ്ട്, ഭൂവിഭാഗം ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആരവല്ലി പർവ്വതനിര ആ ഒരു ചോദ്യത്തിൽ നമ്മൾ മാറ്റിക്കളഞ്ഞത് അല്ലെ. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അത് ആരവല്ലി പർവ്വതനിരയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ആരവല്ലിയാണ് കേട്ടോ, ആരവല്ലി പർവ്വതനിരയാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിൽ നിന്ന് അത്രയും പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നിങ്ങൾക്ക് വരുന്നത്, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം
വളഞ്ഞു പൊളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെയാണ്? നമുക്ക് ഓപ്ഷൻസ് പ്രളയ സമതലങ്ങൾ വരുന്നുണ്ട്, എക്കൽ കോണുകൾ വരുന്നുണ്ട്, അതുപോലെ മടഞ്ഞിട്ട അരുവികൾ വരുന്നുണ്ട്, ഓക്സ്ബോ തടാകങ്ങളും വരുന്നുണ്ട്. ഇതിലേതാണ് അവസാദങ്ങൾ നമ്മുടെ സെഡിമെന്റ്സ്, അതായത് ഒരു പുഴ ഒഴുകിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അതിന്റെ ഒഴുക്കിൽ കൂടെ വരുന്ന ചരലും കല്ലും മണ്ണും എല്ലാം എന്താണ്? അവസാദങ്ങളാണ്. ആ അവസാദങ്ങളുടെ ഭാരം കാരണം പുഴയുടെ എന്താണ് ഒഴുക്കിലുണ്ടാകുന്ന തടസ്സം കാരണം അത് വളഞ്ഞ് പുഴഞ്ഞൊഴുകുന്ന വഴി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിട്ട് വരുന്നത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നമ്മുടെ ഓപ്ഷൻ ഡി ഓക്സ്ബോ തടാകങ്ങളാണ് കേട്ടോ. ഓക്സ്ബോ തടാകങ്ങളാണ് എന്ത്? നമ്മുടെ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുഴഞ്ഞൊഴുകുന്ന നദികളുടെ എന്താണ് സൃഷ്ടിക്കുന്ന ഭൂരൂപം എന്ന് പറയുന്നത് ഓക്സ്ബോ തടാകങ്ങളാണ്. അപ്പൊ ബാക്കിയുള്ളത് ഓക്സ്ബോ തടാകങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള 2 ഓപ്ഷൻസ് കൂടി നമുക്ക് വരുന്നുണ്ട്. പ്രളയ സമതലങ്ങളും അതുപോലെ എന്താണ് എക്കൽ കോണുകളുമാണ്. പ്രളയ സമതലങ്ങളും എക്കൽ കോണുകളുമാണ്. അപ്പൊ പ്രളയ സമതലങ്ങൾ എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. നമുക്കറിയാലോ ഈ നദികളോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? അവിടെ പ്രളയ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യത എന്താണ്? വളരെ കൂടുതലാണ്. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ആ നദികൾ എന്താണ് അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടു പോകുന്ന ചരലും മണ്ണും എല്ലാം നിക്ഷേപിച്ച് നദികളുടെ നടുക്ക് രൂപപ്പെടുന്ന സമതലങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രളയ സമതലങ്ങൾ എന്ന് പറയുന്നത്. അതായത് വെള്ളപ്പൊക്കത്തിന് ശേഷം നദികൾ അതിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടുപോകുന്ന കല്ലും മണ്ണും എല്ലാം നിക്ഷേപിച്ച് നദികളുടെ മധ്യഭാഗത്ത് രൂപപ്പെടുന്ന സമതലങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പ്രളയ സമതലങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ. അതുപോലെ എന്താണ് എക്കൽ കോണുകൾക്ക് നമ്മൾ പറയുന്ന മറ്റൊരു പേരും കൂടി ഉണ്ട്. നമ്മൾ എന്തെന്ന് പറയും? എക്കൽ ഫാനുകൾ എന്നും പറയാറുണ്ട്. എക്കൽ ഫാനുകൾ എന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട്. ഇത് മറ്റൊന്നുമല്ല, നമുക്കറിയാലോ ഈ ഉത്തരമഹാസമതലത്തിലേക്ക് എന്താണ് നദികളെല്ലാം വന്ന് പ്രവേശിക്കുന്ന എവിടെ നിന്ന് ഒഴുകിയിട്ടാണ്? നമ്മുടെ ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ നദികളും നേരെ എങ്ങോട്ടേക്ക് ഒഴുകി വരുന്നത്? നമ്മുടെ സമതലത്തിലേക്ക് അല്ലെ, നമ്മുടെ പ്ലെയിൻസിലേക്ക് ഒഴുകി വരുന്നത്. അത്രയും എന്താണ് ചരിവുള്ള പ്രദേശങ്ങളിൽ അത്രയും വേഗത്തിൽ ഒഴുകി വരുന്ന നമ്മുടെ നദികൾ എന്ത് ചെയ്യുന്നു? ഉത്തര പർവ്വത മേഖലയിൽ നിന്നും ഉത്തര മഹാസമതലത്തേക്ക് കുറച്ചുകൂടെ നിരപ്പായ പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവിടെ ആ നദികളുടെ ഒഴുക്കിന്റെ വേഗത എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെ ഒഴുക്കിന്റെ വേഗത കുറയുന്നത് കാരണം ആ നദികൾ എന്ത് ചെയ്യാണ്? അത് മുന്നോട്ട് അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒഴുകി വരുന്ന ചരലും അതുപോലെ എന്താണ് ഈ അവശിഷ്ടങ്ങളും അവസാദങ്ങളും എല്ലാം എവിടെ നിക്ഷേപിക്കും? ആ നമ്മുടെ പർവ്വത മേഖലയുടെ ചുവട് ഭാഗത്തായിട്ട് എന്ത് ചെയ്യും? ഒരു കോണാകൃതിയിൽ അല്ലെങ്കിൽ ഫാനുകളുടെ ഷേപ്പിൽ നിക്ഷേപിക്കുന്നത് കാണാം അല്ലെ. എന്തുകൊണ്ടാണ്? അത്ര ആലോചിച്ചാൽ മതി. ഉത്തര പർവ്വത മേഖലയിൽ നിന്നും ഉത്തര സമതലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നദികളുടെ വേഗത കുറയുന്നത് കാരണം അതൊഴികെ അതിന്റെ കൂടെ വരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പർവ്വതങ്ങളുടെ ചുവട് പ്രദേശങ്ങളിൽ എന്താണ്? കോണാകൃതിയിൽ നിക്ഷേപിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കൽ കോണുകൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. എക്കൽ കോണുകൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ആ 2 പോയിന്റ്സും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ഓർത്തിരിക്കുക. പ്രളയ സമതലം എന്താണെന്നുള്ളതും എക്കൽ കോണുകൾ എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഈ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുഴഞ്ഞൊഴുകുന്ന നദികളിൽ സൃഷ്ടിക്കുന്ന ഭൂരൂപത്തിന് നമ്മൾ എന്തെന്ന് പറയാം? അതിനെ നമുക്ക് ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയാം. ഓക്സ്ബോ തടാകങ്ങൾ എന്ന് നമുക്ക് പറയാം കേട്ടോ. അപ്പൊ അടുത്ത ഒരു ചോദ്യം നമുക്ക് വരുന്നത് കൃത്യമായിട്ട് നോക്കുക. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി എത്ര വർഷം കഴിഞ്ഞാലും PSCക്ക് നമുക്ക് കൃത്യമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ഏത് എക്സാംസിനും 10th ലെവലാണെങ്കിലും +2 ലെവലാണെങ്കിലും ഡിഗ്രി ലെവലാണെങ്കിലും ഏത് എക്സാംസിനും നമുക്ക് കൃത്യമായിട്ട് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ ആണവ നിലയങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പൊ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ രാജസ്ഥാനാണോ, ഓപ്ഷൻ ബി ഗുജറാത്ത് ആണോ, അതോ ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്? ഇതിൽ ആദ്യമേ ഞാൻ പറഞ്ഞുതരാം, ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൃത്യമായിട്ടാണ് ഏതൊക്കെ ഉള്ള പേര് നിങ്ങൾ പോട്ടെ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ആണവ നിലയങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാം? ആദ്യമേ ഇതിനകത്ത് നിന്ന് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം എന്താണ്? ഓപ്ഷൻ നിങ്ങളല്ല. ഉത്തരാഖണ്ഡിൽ ഒരു ആണവ നിലയം ഉണ്ടോ ഇന്ത്യയിൽ? ഇല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ആലോചിക്കുക, ഉത്തരാഖണ്ഡിൽ എന്തില്ല? ഉത്തരാഖണ്ഡിൽ നമുക്ക് ആണവ നിലയങ്ങൾ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഉത്തരാഖണ്ഡിൽ എന്തില്ല? ആണവ നിലയങ്ങൾ ഇല്ല. അപ്പൊ ഉത്തരാഖണ്ഡ് നമുക്ക് ആദ്യമേ എന്ത് ചെയ്യാം? ആദ്യമേ നമുക്ക് ഉത്തരാഖണ്ഡ് അവിടെ നിന്ന് എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. നമ്മൾ അതിനകത്തിന് കൂടുതൽ നോക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ഇനി ബാക്കി സംസ്ഥാനങ്ങളിലുള്ള ഏതാണെന്ന് നോക്കിയാൽ മതി. രാജസ്ഥാനിലുണ്ടോ? ഉണ്ട്. രാജസ്ഥാനിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമുക്കൊരു ആണവ നിലയം വരുന്നുണ്ട്. പക്ഷെ അത് നറൗറയാണോ? അല്ല. രാജസ്ഥാനിൽ എന്തല്ല? രാജസ്ഥാനിൽ നമുക്ക് വരുന്നത് നമ്മുടെ റാബ്സ് ആണ്. നമ്മുടെ രാജസ്ഥാൻ അറ്റോമിക് പവർ സ്റ്റേഷൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത്. രാജസ്ഥാനിലെ ആണവ നിലയം എന്ന് പറയുന്നത് അത് രാജസ്ഥാനിലെ റാവത് ഭട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഈ ഒരു ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എന്താണ്? രാജസ്ഥാനിലെ ആണവ നിലയം ഉണ്ട്, പക്ഷെ അത് എന്തല്ല?
നറൗറയല്ല. അപ്പൊ രാജസ്ഥാൻ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ തൽക്കാലം നമുക്ക് റിമൂവ് ചെയ്യാം അല്ലെ. പിന്നീട് വരുന്നത് എന്താണ്, ഗുജറാത്ത് ആണ്. ഗുജറാത്തിൽ ആണവ നിലയം ഉണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ഗുജറാത്തിൽ നമുക്ക് എന്തുണ്ട്, ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആണവ നിലയം എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷെ അതും നറൗറയാണോ? അല്ല. നമുക്ക് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ആണവ നിലയം എന്ന് പറയുന്നത് ഏതാണ്, അത് കക്രപ്പാറയാണ് കേട്ടോ. അത് കക്രപ്പാറയാണ്. കക്രപ്പാറ ആണവ നിലയമാണ് എവിടെ സ്ഥിതി ചെയ്യുന്നത്, നമുക്ക് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇനി സംശയം ഒന്നും വേണ്ട, നമുക്കിനി ആകെ ഒരു ഒറ്റ ഓപ്ഷനേ വരുന്നുള്ളൂ. കൃത്യമായിട്ട് ഒക്കെ ഏതാണ്, അപ്പൊ നറൗറ എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ ഡി, ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ് അപ്പൊ ഏത് സ്ഥിതി ചെയ്യുന്നത്, ഉത്തർപ്രദേശിലാണ് നമ്മുടെ നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്, ഉത്തർപ്രദേശിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, നമ്മുടെ ഏതാണ്, നമ്മുടെ ഏറ്റവും പഴക്കം ചെന്ന് ഇന്ത്യയിൽ ആദ്യത്തെ ആണവ നിലയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, അത് താരാപൂർ ആണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ താരാപൂർ ആണവ നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തമിഴ്നാട്ടിലെ കൂടംകുളം ആണെന്നും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് നമ്മുടെ തമിഴ്നാട്ടിൽ ഏതാണ്, കൂടംകുളം ആണവ നിലയമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ നിലയം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഇത്രയും കാര്യങ്ങൾ ആ ടോപ്പിക്കിൽ അറിഞ്ഞിരിക്കുക. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ, സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് വായിച്ചിരിക്കേണ്ടതാണ്. എപ്പോഴും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്തൊരു ചോദ്യം നമുക്ക് വരുന്നത്, അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് എല്ലാവരും ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നവരിൽ ഒരുപാട് പേര് നമ്മുടെ കമ്പനി ബോർഡ് എൽജിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഏകദേശം ഈ ഒരു വർഷത്തിന്റെ അവസാനത്തോടെ നമുക്ക് കമ്പനി ബോർഡ് എൽജിസിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വരും. അപ്പൊ ഇപ്പോഴേ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽജിസ് എന്ന് പറയുന്നത്. സോ കമ്പനി ബോർഡ് എൽജിസ് ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും വേണ്ടി ASLB അക്കാഡമിയുടെ പുതിയൊരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി ബോർഡ് എൽജിസിന്റെ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും ഇവിടെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ വിത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻസ്, ഓരോ ദിവസങ്ങളിൽ കൃത്യമായിട്ട് എന്ത് പഠിക്കണമെന്ന്, അതുപോലെ ലൈവ് ക്ലാസ്സും, അതുപോലെ കൂടാതെ തന്നെ നിങ്ങൾക്ക് തിരക്കുകളുണ്ടെന്നാൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ റെക്കോർഡ് ക്ലാസ്സും എല്ലാം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യായിരിക്കും. അതുപോലെ എസ്പെഷ്യലി സ്പെഷ്യൽ കറന്റ് അഫെയർ സെക്ഷൻസ്, ഡെയിലി കറന്റ് അഫെയർ സെക്ഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ടോട് കൂടി തന്നെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. കൃത്യമായിട്ട് അതിൽ എൻ്റെ പ്ലാൻസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. ഇനി അതല്ല, അത് കൂടാതെ മറ്റ് സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കോൺടാക്ട് നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന കോൺടാക്ട് നമ്പറിൽ കൃത്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. സോ നമുക്ക് അടുത്തൊരു ചോദ്യത്തിൽ ഈ ഒരു കോഴ്സ് എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സോ അതിലേക്ക് പോകുമ്പോൾ അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് എന്താണ്, മൺസൂൺ മഴയും അല്ലെ, നമ്മുടെ മണ്ണിനങ്ങളെ കുറിച്ചാണ്. ഇന്ത്യയിൽ നമുക്കറിയാലോ വിവിധ തരത്തിലുള്ള പല പ്രദേശങ്ങൾ, ഭൂപ്രകൃതി മാറുന്നതിനനുസരിച്ച്, കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പല രീതിയിലുള്ള എന്താണ് മണ്ണിനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും അല്ലെ. അപ്പോൾ മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏത് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻ എ കറുത്ത മണ്ണാണോ, എക്കൽ മണ്ണാണോ, ഓപ്ഷൻ സി പർവ്വത മണ്ണാണോ, അതോ ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണാണോ? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഏതെന്നുള്ളതാണ്. സംശയം ഒന്നും ഉണ്ടാവരുത്. അതിന്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. ലാറ്ററൈറ്റ് മണ്ണാണ് എന്ത് ചെയ്യുന്നത്, മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും വരുന്ന പ്രദേശങ്ങളിൽ വരുന്ന മണ്ണിനം എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ മൺസൂൺ മണ്ണാണ്. അപ്പോൾ ഓരോ മണ്ണിനങ്ങളുടെയും കുറച്ച് പ്രത്യേകതകൾ അല്ലെ, ലാറ്ററൈറ്റ് മണ്ണ് കൂടാതെ ബാക്കിയുള്ളതിനെ കുറച്ച് പ്രത്യേകതകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം തന്നെ കറുത്ത മണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, എല്ലാം ആലോചിക്കുന്നതിന്റെ കറുത്ത മണ്ണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലേക്ക് വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ പരുത്തി ആയിരിക്കും അല്ലെ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണെന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ കറുത്ത മണ്ണ് തന്നെയാണ്. അതിനകത്ത് ആർക്ക് സംശയമൊന്നുമില്ല. നമ്മളെല്ലാം സ്കൂളുകളിലും എല്ലാം പഠിച്ച് നമുക്ക് ബൈഹാർട്ട് ആയിരിക്കുന്ന സാധനമാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്, നമ്മുടെ കറുത്ത മണ്ണാണ് അല്ലെ. അതുപോലെ ഓർത്തിരിക്കുക, ഇതിന്റെ രൂപീകരണം എന്ന് പറയുന്നത് ബസാൾട്ട് ശിലകൾ അല്ലെ, ബസാൾട്ട് ശിലകളുടെ നശീകരണം മൂലമാണ് ഏത് രൂപപ്പെടുന്നത്, നമ്മുടെ കറുത്ത മണ്ണ് രൂപപ്പെടുന്നത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അവിടെ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ റിഗർ മണ്ണ് എന്നും പറയാറുണ്ട് കേട്ടോ. റിഗർ മണ്ണെന്ന് നമ്മൾ എന്തിനെ പറയാറുണ്ട്, നമ്മൾ കറുത്ത മണ്ണിനെ റിഗർ മണ്ണ് എന്ന് നമ്മൾ പറയാറുണ്ടെന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിൽ
ഏറ്റവും സജീവമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? അതും നമ്മുടെ കറുത്ത മണ്ണ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കറുത്ത മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് പറ്റും. കാലാവസ്ഥയെ നിങ്ങൾ വെറുതെ ഒന്ന് ഓർത്തിരിക്കുക. അതായത് ചൂട് കൂടിയ, താപനില കൂടിയ, അതോടൊപ്പം തന്നെ അന്തരീക്ഷ ആർദ്രതയും കൂടിയ കാലാവസ്ഥയിലാണ് നമുക്ക് എന്ത് കാണാനായിട്ട് പറ്റുക? നമുക്ക് കറുത്ത മണ്ണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ എക്കൽ മണ്ണിന്റെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കുമല്ലോ. എക്കൽ മണ്ണിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനവും കൂടിയാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? നമ്മുടെ എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എക്കൽ മണ്ണാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഉത്തര മഹാസമുദ്രത്തിലാണ് നമുക്ക് ഏത് കാണാനായിട്ട് പറ്റുക? എല്ലാ പ്രദേശങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഉത്തര മഹാസമുദ്രത്തിലാണ് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്കൽ മണ്ണ് സ്ഥിതി ചെയ്യുന്നതെന്നും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ എല്ലാ പ്രദേശങ്ങളും ഉണ്ട്. കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാലും, ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു മണ്ണിനം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എക്കൽ മണ്ണാണ്. ഇതറിയാലോ. നദികളുടെ നിക്ഷേപ പ്രവർത്തനം മൂലമാണ് എന്ത് രൂപീകരിക്കുന്നത്? ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്, അല്ലെങ്കിൽ എക്കൽ മണ്ണ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ പർവ്വത മണ്ണ് ഓർത്തിരിക്കാം. നമുക്കറിയാലോ, നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന, കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത, അതുപോലെ തന്നെ ലവണാംശമൊക്കെ വളരെയധികം കൂടിയ മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പർവ്വത മണ്ണാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ നിന്ന് ഓർത്തിരിക്കുക. മണ്ണിനങ്ങൾ ഓരോന്നിന്റെ സവിശേഷതകൾ, അതുപോലെ നമ്മൾ കറുത്ത മണ്ണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആ പരുത്തി കൃഷിയുടെ ഒക്കെ കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് അവിടെ നിന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ, ഏറ്റവും കൂടുതൽ റബ്ബർ. ഇതിന്റെ ഉത്തരം ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിക്കാണും. ഓപ്ഷൻ എ തമിഴ്നാടാണോ, അതോ കർണാടകയാണോ, ആസാമാണോ, കേരളയാണോ? ഏതൊക്കെ വരും എന്നുള്ളതൊന്ന് ഓർത്തു വയ്ക്കേ. തമിഴ്നാട്, കർണാടക. റബ്ബർ എന്ന് കേട്ടാലേ മക്കളെ നമുക്ക് ഓർമ്മ വരാൻ പോകുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി തന്നെയാണ്. അതിനകത്ത് വല്ല സംശയം ഉണ്ടോ? നമ്മുടെ മലയാളികൾ ഉത്പാദിപ്പിക്കുന്ന അത്ര റബ്ബർ നമ്മൾ വേറെ എവിടെങ്കിലും ആരെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ റബ്ബർ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് കേരളം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട കേട്ടോ, കേരളത്തിലാണ്. അപ്പൊ ബാക്കി സംസ്ഥാനങ്ങളിലെ കൂടെ സവിശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പഠിച്ചിരിക്കാം. ഈ വിളകളും അത് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളും അത് പഠിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം പ്രധാനമാണ്. അപ്പൊ തമിഴ്നാടാണ് ചോദ്യം വരുന്നതെന്നുണ്ടെങ്കിൽ, തമിഴ്നാട്ടിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് അറിയോ? നമ്മൾ വിചാരിക്കും തേങ്ങയൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് കേരളത്തിലാണെന്ന്. എന്നാൽ അങ്ങനല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കേരളമല്ല, ഓർത്തിരിക്കുക, അത് തമിഴ്നാടാണ് കേട്ടോ. തേങ്ങയൊക്കെ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് തമിഴ്നാടാണ്. ഇനി കർണാടക എന്തിനാണ് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ. കാപ്പി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കർണാടകയാണ് കേട്ടോ. അപ്പൊ കാപ്പി ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? കർണാടകയാണ്. ഇനി ആസാം നമുക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. തേയില ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ 1-ാമത് നിൽക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? ആസാമാണ്. അപ്പൊ ഈ മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടെ പ്രത്യേകത നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട വിളകളുടെയും കൂടെ ഒന്ന് അറിയിക്കുക. ഇപ്പൊ ആലോചിക്കുക, അരിയാണെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക, അരി ഏറ്റവും അധികം ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് പശ്ചിമ ബംഗാളാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അത് പശ്ചിമ ബംഗാളാണ്. അതുപോലെ തന്നെ ഗോതമ്പാണെങ്കിലും അതുപോലെ കരിമ്പാണെങ്കിലും, ഗോതമ്പും കരിമ്പും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ഉത്തർപ്രദേശുമാണ് കേട്ടോ. കരിമ്പ് ഉൽപ്പാദനത്തിലും ഗോതമ്പ് ഉൽപ്പാദനത്തിലും 1-ാമത് ആരാണ്? ഉത്തർപ്രദേശാണ്. അരി നമ്മുടെ നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് ബംഗാളുമാണ്. അതുപോലെ ബാക്കി ഈ സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1-ാം സ്ഥാനത്ത് ഏതാണ്? അത് നമ്മുടെ കേരളമാണ് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം വരുന്നത് നമ്മുടെ റിമോട്ട് സെൻസിങ് അല്ലെ. നമ്മുടെ ഈ പറഞ്ഞോട്ട് എന്താണ്? നമ്മുടെ വിദൂര സംവേദനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ ഭൗമോപരിതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതാണെന്നുള്ളതാണ്. ഭൂതല ഛായാഗ്രഹണമാണോ, ആകാശീയ വിദൂര സംവേദനമാണോ, അതോ പ്രത്യക്ഷ വിദൂര സംവേദനമാണോ? ഓപ്ഷൻ ഡി ഇവയൊന്നും അല്ല എന്നുള്ളതാണോ? ഏതായിരിക്കും? നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻസിലേക്ക് ഒന്നും പോകണ്ട. ഓപ്ഷൻസ് കാണുമ്പോൾ അതിന്റെ ലിറ്ററൽ മീനിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ ഓർമ്മ വന്നത് അത് തന്നെയാണ് ആൻസർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഭൂതല ഛായാഗ്രഹണം തന്നെയാണ് കേട്ടോ. ഭൂതല ഛായാഗ്രഹണം, നമ്മൾ ഭൂപ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തുന്ന രീതി എന്താണ്? അത് ഭൂതല ഛായാഗ്രഹണമാണ്. ഇനി ബാക്കിയുള്ളതും കൂടി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ.
അപ്പോൾ ഈ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ എന്തുപയോഗിച്ചാണ് ഈ വിദൂര സംവേദനം നടത്തുന്നതിനുള്ള അടിസ്ഥാനം നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ വിദൂര സംവേദനത്തെ 3ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഭൂതല ഛായാഗ്രഹണം വരും, ആകാശീയ വിദൂര സംവേദനം വരും, ഇതൊന്നും കൂടാതെ ഉപഗ്രഹ വിദൂര സംവേദനവും നമുക്ക് വരുന്നുണ്ട് കേട്ടോ. ഉപഗ്രഹ വിദൂര സംവേദനവും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഭൂതല ഛായാഗ്രഹണം നമ്മൾ ഓൾറെഡി വെച്ചു. ഇനി ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത് എന്താണ്? അതായത് കുറച്ച് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലെ ചിത്രങ്ങൾ എന്താണ് നമ്മൾ ആകാശത്ത് വിമാനമോ അല്ലെങ്കിൽ ഡ്രോണോ അങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളെ വിവരങ്ങൾ ശേഖരിക്കുന്ന പ്രക്രിയ അല്ലെ. നമ്മൾ വിമാനങ്ങൾ അതുപോലെ ഡ്രോണുകൾ എന്നീ പറയുന്ന പോലെ അങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ആകാശീയ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി ഉപഗ്രഹമാണെങ്കിലോ നമ്മൾ കുറച്ചും കൂടി വിസ്തൃതി കൂടിയ പ്രദേശങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് പോരാ? നമുക്ക് വിമാനങ്ങളോ ഡ്രോണുകളോ ഒന്നും മാത്രം പോരാ. അങ്ങനത്തെ പ്രദേശങ്ങളുടെ വിവരങ്ങൾ ഒന്ന് ശേഖരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ആകാശീയ വിദൂര സംവേദനത്തെക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ് ആയ ടെക്നിക്കുകൾ ഉപയോഗിക്കും. അതാണ് നമ്മുടെ ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് നമ്മൾ പറയാം അല്ലെ. നമ്മൾ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ശേഖരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹ വിദൂര സംവേദനം. അപ്പൊ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് വിസ്തൃതി കൂടിയ പ്രദേശങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോമിന്റെ ബേസിസിൽ മാത്രമല്ല അവിടെ വിദൂര സംവേദനത്തിൽ ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിദൂര സംവേദനത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് എന്തൊക്കെയെന്ന് പറയുന്നത്? പ്രത്യക്ഷ വിദൂര സംവേദനവും അതുപോലെ എന്തും വരുന്നുണ്ട്? പരോക്ഷ വിദൂര സംവേദനവും. പരോക്ഷ വിദൂര സംവേദനം എന്നും പറയുന്നത് അല്ലെ. അപ്പൊ ഓർത്തിരിക്കുക, ഈ ഊർജം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ലൈറ്റ് ആണ് കേട്ടോ, നമ്മൾ പ്രകാശമാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. പ്രകാശമാണ്. അപ്പൊ ഈ പ്രത്യക്ഷം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡയറക്റ്റ് ആണ്. അത് വേറെ ഒന്നുമില്ല, നമ്മുടെ ആ ഉപകരണത്തിലുള്ള ഒരു കൃത്രിമ ഊർജ സ്രോതസ് ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ രാത്രി നമ്മൾ ക്ലാസ്സസ് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഫോട്ടോസ് എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഫ്ലാഷ് യൂസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് ഇല്ലാത്ത കാരണം ഇതിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നു. അതാണ് പ്രത്യക്ഷ വിദൂര സംവേദനം അല്ലെ. ആ ഉപകരണത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു കൃത്രിമ ഊർജ സ്രോതസ് ഉപയോഗിച്ച് നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ വിദൂര സംവേദനം എന്ന് പറയുന്നത്. പരോക്ഷമാണെങ്കിലോ അത് ഇവിടെ കൃത്രിമ ഊർജ സ്രോതസ് ആയിരിക്കും. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും? സൂര്യപ്രകാശം ഊർജമായിട്ട് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷ സംവേദനമാണെന്നുണ്ടെങ്കിൽ അവിടെ കൃത്രിമമായിട്ടുള്ള ഒരു ഊർജ സ്രോതസ് ഉപയോഗിക്കും. ഊർജ സ്രോതസ് ചേർന്നല്ലോ ലൈറ്റ് ആണ്, കൃത്രിമമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റോട് ഉപയോഗിക്കും. പരോക്ഷ സംവേദനമാണെന്നുണ്ടെങ്കിൽ അവിടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ഈ രീതിയിലാണ് വിദൂര സംവേദനത്തെ വിഭജിച്ചിരിക്കുന്നുള്ള ഓർക്കുക. ആദ്യം 3ആയിട്ട്, പ്ലാറ്റ്ഫോമിന്റെ ബേസിൽ 3ആയിട്ട് ചെയ്യുന്നു. ഊർജ്ജ സ്രോതസ്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് അവിടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം അത്രേ ഉള്ളൂ. ക്ലാസിഫിക്കേഷൻസ് എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പഠിക്കുക. അടുത്ത ചോദ്യം നമുക്ക് വരുന്നത് വീണ്ടും നമ്മുടെ ഭൂവിഭാഗങ്ങളിലേക്ക് പോവുകയാണ്. നമ്മുടെ തീരസമതലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇന്ത്യക്ക് 2 തീരസമതലങ്ങളാണ് വരുന്നത് അല്ലെ. നമുക്ക് പടിഞ്ഞാറൻ തീരസമതലവും വരുന്നുണ്ട്, കിഴക്കൻ തീരസമതലവും വരുന്നുണ്ട് അല്ലെ. അപ്പൊ പടിഞ്ഞാറൻ തീരസമതല സവിശേഷം നോക്കുക. ഒന്ന്, താരതമ്യേന വീതി കുറവാണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു എന്നാണ് പറയുന്നത്. അടുത്ത വീതി താരതമ്യേന കൂടുതലാണ് എന്നാണ് പറയുന്നത് അല്ലെ. വീതി താരതമ്യേന കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് നമുക്ക് ഉറപ്പിക്കാം, 1ലും 4ലും എന്തെങ്കിലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റും ഫോർത്ത് സ്റ്റേറ്റ്മെന്റും നോക്കിയാൽ ഏതെങ്കിലും ഒരെണ്ണമേ എന്തായാലും കറക്റ്റ് ആവത്തുള്ളൂ അല്ലെ. കാര്യം വീതി ഒന്നെങ്കിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. കാരണം ആകെ 2 വരുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് നമുക്ക് ഡൗട്ടൊന്നുമില്ല. അതിനകത്ത് 1നും 4ലും കൂടെ എന്തായാലും എന്ത് വരത്തില്ല? ഒരുമിച്ച് വരത്തില്ല. അപ്പൊ 1ഉം 4ഉം ഒരുമിച്ച് വരിക എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരെണ്ണം എലിമിനേറ്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ഓർത്തിരിക്കുക, 1ഉം 4ഉം അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ഇതിനകത്ത് എന്താവത്തുള്ളൂ? കറക്റ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. നിങ്ങൾ നോക്കി, പടിഞ്ഞാറൻ തീരസമതലം എന്നാണ് അല്ലെ. പടിഞ്ഞാറൻ തീരസമതലമാണ്. അപ്പൊ നമ്മൾ ഏതിന്റെ ഭാഗമാണ്? കിഴക്കൻ തീരസമതലമാണോ പടിഞ്ഞാറൻ തീരസമതലമാണോ? കേരളമാണ്, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും ഏതിനകത്തേ വരത്തുള്ളൂ? നമ്മൾ ഈ പറഞ്ഞ പടിഞ്ഞാറൻ തീരസമതലത്തിൽ വരത്തുള്ളൂ.
അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പടിഞ്ഞാറൻ തീരസ്ഥലത്തിൽ കിടക്കുന്ന നമുക്ക് ഈ കിടക്കുന്ന ബംഗാൾ ഉൾക്കടലുമായിട്ടോ പൂർവ്വഘട്ടവുമായിട്ടോ വല്ല ബന്ധമുണ്ടോ? ഇല്ല. നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ല അറബിക്കടൽ കിടക്കുമ്പോൾ നമുക്ക് ഈ കിടക്കുന്ന ബംഗാൾ ഉൾക്കടലുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യം തന്നെ നോക്കുക, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ടാണോ സ്ഥിതി ചെയ്തിരിക്കുന്നത്? അല്ല. പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലായിട്ട് അല്ല സ്ഥിതി ചെയ്തിരിക്കുന്നത്, അല്ലെ? പകരം എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമതലം നമ്മുടെ അറബിക്കടലിനും അതുപോലെ ബംഗാൾ ഉൾക്കടലിനും പകരം ഇവിടെ എന്ത് വരും? ഇവിടെ അറബിക്കടൽ വരും, അല്ലെ? അറബിക്കടലാണ്. അതുപോലെ പൂർവ്വഘട്ടമാണോ? അല്ല. പശ്ചിമഘട്ടത്തിനിടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്, അല്ലെ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? കിഴക്കൻ തീരസമതലമായിട്ട് ബന്ധപ്പെട്ടാണ്. കിഴക്കൻ തീരസമതലമാണ് ഏതിനൊക്കെ ഇടയ്ക്ക്? ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എവിടെയാണ്? അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. അവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. പക്ഷെ രണ്ട് വരുന്ന എല്ലാം നമുക്കങ്ങ് റിമൂവ് ചെയ്തുകൂടെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. രണ്ടാമത്തെ തെറ്റാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഒന്നും രണ്ട് ശരിയാണ്, ഇല്ല, റിമൂവ് ചെയ്യാം. രണ്ട് ഏതിൽ വരുന്നുണ്ട്? ഓപ്ഷൻ ബിയിൽ 2, 3 ശരിയാണ്. അപ്പൊ 2 റിമൂവ് ചെയ്യാം. 2, 4 ശരിയാണ്. വരുവോ? ഇല്ല. കാര്യം 2 തെറ്റല്ലേ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. മൊത്തം നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്തപ്പോ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. 1ഉം 3ഉം ആണല്ലേ ശരി. അപ്പൊ വീതി എന്താണ്? വീതി എവിടെയാണ് കൂടുതൽ വരുന്നത്? നമ്മുടെ കിഴക്കൻ തീരസമതലത്തിലാണ് വീതി കൂടുതൽ വരുന്നത്. പടിഞ്ഞാറൻ തീരത്തിന് എന്താണ്? താരതമ്യേന വീതി കുറവാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തിരിക്കുക. അതുപോലെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് ഏത് നീണ്ടു കിടക്കുന്നത്? പടിഞ്ഞാറൻ തീരസമതലം നീണ്ടു കിടക്കുന്നത് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പം വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു രീതിയിൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക. ചിലപ്പോൾ 1, 2 നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ കൃത്യമായിട്ട് വായിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അടുത്ത ഒരു ചോദ്യം നമുക്ക് വരുന്നത് ഹരിതഗ്രഹവാദങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണെന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഹരിതഗ്രഹവാദങ്ങളെ നിയന്ത്രിക്കാനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിലെ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണെന്നുള്ളതാണ്. ഒരു സംശയവും വെക്കരുത്, അത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ് കേട്ടോ. ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. എന്തെന്ന് പറയുന്നത്? ഹരിതഗ്രഹവാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്രമാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള പ്രോട്ടോകോളുകളുടെയും പ്രാധാന്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് നോക്കി വെക്കാം. നഗോയ പ്രോട്ടോകോൾ ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്ന ഓർത്തിരിക്കുക, അത് ജൈവ വൈവിധ്യ സംരക്ഷണമാണ് കേട്ടോ. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നഗോയ പ്രോട്ടോകോളിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പ്രധാന ലക്ഷ്യം? ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ഇനി നഗോയ എന്ന് പറയുന്ന അറിയില്ല, ജപ്പാനിലെ ഒരു പട്ടണമാണ്. അവിടെ കൂടിയൊരു കൺവെൻഷന്റെ ഭാഗമായിട്ട് വന്ന പ്രോട്ടോകോളാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ജൈവ വൈവിധ്യ സംരക്ഷണമാണ്. ഇനി വരുന്ന കാർട്ടജീന പ്രോട്ടോകോളാണ്. കാർട്ടജീന പ്രോട്ടോകോളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓർത്തിരിക്കുക. നമുക്കറിയാലോ, ബയോടെക്നോളജി വഴി വികസിച്ച ഒരുപാട് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഭൂമിയിൽ നിന്നുണ്ട്, അല്ലെ? സസ്യങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ബയോടെക്നോളജിയിലൂടെ ജനിച്ച ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ബയോടെക്നോളജിയിലൂടെ ജനിച്ച ജീവജാലങ്ങളുടെ സുരക്ഷിതമായ ഉപയോഗം, ബയോടെക്നോളജിയിലൂടെ ജനിച്ച ജീവജാലങ്ങളെ സുരക്ഷിതമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? നമ്മുടെ കാർട്ടജീന പ്രോട്ടോകോളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. ബയോടെക്നോളജിയിലൂടെ സുരക്ഷിതമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ അതിനെ സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യുക? കൈകാര്യം ചെയ്യുക. ഇതൊക്കെയാണ് എന്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കാർട്ടജീന പ്രോട്ടോകോളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി അടുത്ത് വരുന്ന റാംസർ കൺവെൻഷൻ ആണ്. റാംസർ കൺവെൻഷനുമായിട്ട് പ്രധാനപ്പെട്ട നമ്മൾ ഒരുപാട് തവണ പഠിക്കുന്നതാണ്. എന്താണ്? ഒരുപാട് തവണ PSCക്ക് വന്നിട്ടുള്ള ചോദ്യവും ഒക്കെ തന്നെയാണ്. റാംസറിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണമാണ് എന്തെന്ന് പറയുന്നത്? തണ്ണീർത്തട സംരക്ഷണമാണ് ആരുടെ പ്രാധാന്യം എന്ന് പറയുന്നത്? നമ്മുടെ റാംസർ കൺവെൻഷൻ, അല്ലെ? റാംസർ പട്ടിക എന്ന് പറയുന്നത് തന്നെ എന്താണ്? അപകട സാധ്യത നേരിടുന്ന ലോകത്തിലെ തണ്ണീർത്തടങ്ങളുടെ പട്ടികയാണ് ഏതെന്ന് പറയുന്നത്? റാംസർ പട്ടിക എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണമാണ് ആരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? റാംസർ കൺവെൻഷന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മുടെ ഏഷ്യയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക,
ഏകദേശം 91 റാംസർ സൈറ്റുകളാണ് ഇവിടെ വരുന്നത്, ഇന്ത്യയിൽ വരുന്നത്. ആ എണ്ണം ഓർത്തിരിക്കട്ടെ. ഇന്ത്യയിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 91. 91 റാംസർ സൈറ്റുകൾ ഇവിടെ വരുന്നുണ്ട്, ഇന്ത്യയിൽ വരുന്നുണ്ട്. അതിൽ കേരളത്തിൽ നിന്നും വരുന്ന പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. നമ്മുടെ ശാസ്താംകോട്ട, ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം വരും. അതുപോലെ തന്നെ വേമ്പനാട്ട് കായൽ, ആ ഒരു തണ്ണീർത്തടം വരും, വേമ്പനാട്ട് കായൽ വരും. അതുപോലെ തന്നെ എന്താണ്, വേമ്പനാട് കായൽ വരും. അതുപോലെ അഷ്ടമുടിയും എല്ലാം എന്താണ്, കേരളത്തിൽ നിന്ന് റാംസർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സൈറ്റുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. ശാസ്താംകോട്ട, വേമ്പനാട്, അഷ്ടമുടി, ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഒന്ന് വായിച്ച് പഠിക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ചു പഠിക്കുക. അപ്പൊ ഇനി വരെ നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം. നമുക്ക് ലാസ്റ്റ് ഒരു ഒറ്റ ചോദ്യം കൂടെ നോക്കാം. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ എന്ത് എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? വടക്ക് തെക്ക് ദിശയാണ് നമ്മുടെ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന ഭൂരേഖകളെ എന്തെന്നറിയപ്പെടുന്നു. അത് ഈസ്റ്റിങ്സ് ആണോ, കോണ്ടൂർ രേഖകളാണോ, ഫോം ലൈൻ ആണോ, നോർത്തിങ്സ് ആണോ എന്നുള്ളതാണ് ചോദ്യം. ഈസ്റ്റിങ്സ് ആണോ, കോണ്ടൂർ രേഖകളാണോ, ഫോം ലൈൻ ആണോ, നോർത്തിങ്സ് ആണോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ വടക്ക് തെക്ക് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ സംശയം തോന്നിട്ട് ആദ്യം ചാടി കയറി നമ്മൾ എന്ത് കറപ്പിക്കാനായിട്ട് സാധ്യതയുണ്ട്? ഓപ്ഷൻ ഡി, നോർത്തിങ്സ് നമ്മൾ നോട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കുക, വടക്ക് തെക്ക് ദിശയിലാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്? അത് ഈസ്റ്റിങ്സ് ആണ്. അതായത് വടക്ക് തെക്ക് ദിശയിൽ വരച്ച്, അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരച്ച് ഇന്ത്യയെ എന്താണ്, കിഴക്കേ ഇന്ത്യ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭൂപടത്തിനെ എന്താണ്, കിഴക്കേ ഭാഗമെന്നും പടിഞ്ഞാറേ ഭാഗമെന്നും ഡിവൈഡ് ചെയ്യുന്ന രേഖയാണ് ഏതെന്ന് പറയുന്നത്. ഒരു സാങ്കല്പിക രേഖയാണ് ഏതെന്ന് പറയുന്നത്, ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്നത് ഏതാണ്? ഈസ്റ്റിങ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ദിശയിൽ വരച്ചിരിക്കുന്ന രേഖ ഏതാണ് നമ്മുടെ ഭൂപടങ്ങളിൽ? അത് ഈസ്റ്റിങ്സ് ആണ്. അതുപോലെ നേരെ തിരിച്ച് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, നോർത്തിങ്സ് എന്ന് പറയുന്നത് കേട്ടോ. നോർത്തിങ്സ് അപ്പൊ ഏതാണ്? വടക്ക് തെക്ക് ദിശയാണെങ്കിൽ അതെന്താണ്? ഈസ്റ്റിങ്സ് ആണ്. നോർത്തിങ്സ് ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണെങ്കിൽ ഭൂപടങ്ങളിൽ കാണുന്നതാണെങ്കിൽ അത് ഏതാണ്? അത് നമ്മുടെ നോർത്തിങ്സും ആണ് കേട്ടോ. ഒരിക്കലും മാറിപ്പോരുത്, എപ്പോഴും കൺഫ്യൂഷൻ വരുന്നതാണ്. കൃത്യമായിട്ട് അത് വായിച്ചു പഠിക്കുക. അതിന്റെ കൂടെ നമുക്ക് അറിയാവുന്ന 2 ടേമുകളും കൂടെ. കോണ്ടൂർ രേഖകൾ എന്താണ്? കോണ്ടൂർ രേഖകൾ എന്ന് പറയും ഭൂപടത്തിലെ ഒരേ ഉയരം വരുന്ന ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്, കോണ്ടൂർ രേഖ കേട്ടോ. അതും കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ ഭൂപടത്തിൽ ഒരേ ഉയരം വരുന്ന ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ ഒരേ ഉയരം വരുന്ന ബിന്ദുക്കളെ എന്താണ്, അവരെ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് എന്തെന്ന് പറയുന്നത്, കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഇനി ഫോം ലൈൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഫോം ലൈൻ എന്ന് പറയുന്നത് അവയുടെ ഏകദേശ വിസ്തൃതിയും ഉയരവും അറിയുന്നതിനുണ്ട്, അല്ലെ? നമ്മുടെ മാപ്പിൽ ഭൂപടത്തിൽ കാണിച്ചിരിക്കുന്ന ഭൂരൂപങ്ങളുടെ ഏകദേശ വിസ്തൃതിയും ഏകദേശ ഉയരവും അറിയുന്നതിന് വേണ്ടിയുള്ള രേഖകളാണ് എന്തെന്ന് പറയുന്നത്, ഫോം ലൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഫോം ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എല്ലാ ഓപ്ഷൻസും എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് വായിച്ചിരിക്കുക. അതിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും എന്താണെന്നുള്ളത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, മറക്കാനായിട്ട് പാടില്ല, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതെല്ലാം 2025 ഈ ഒരു വർഷത്തെ PSC എക്സാമിന് ചോദിച്ച ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചതെല്ലാം. അപ്പൊ കൃത്യമായിട്ട് ഇനി അങ്ങോട്ടുള്ള സെക്ഷനിലും ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും. സോ എല്ലാവരും കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ കോഴ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പൊ കൃത്യമായിട്ട് ആ കോഴ്സിൽ നമ്മുടെ കമ്പനി ബോർഡ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അത് എൻക്വയറിയും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നടത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയുടെ ASB അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നമുക്ക് താഴെ അവൈലബിൾ ആയിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ അഡ്വൈസസുമായിട്ട് നോട്ടിഫിക്കേഷൻസുമായിട്ട് മുതൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയറൻസും എല്ലാം ഒരു ചാനൽ തുറന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ കൃത്യമായിട്ട് എല്ലാവരും അതിലേക്ക് ഫോളോ ചെയ്യാനായിട്ടും കൂടി ശ്രദ്ധിക്കാം. ഓക്കെ. സോ ഇത്രയും ചോദ്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. സോ ടാറ്റ, ബൈ ബൈ.